ഹായ് ഫ്രണ്ട്സ്, ഈ വാരം വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഈവനിങ് ആയപ്പം വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതേക്കാ 4-5 ദിവസമായല്ലോ മഴ ഇങ്ങനെ തോരാതെ പെയ്യുന്നു. അപ്പം ഞാനും ഇക്കാതിൻ്റെ കൂടെ ചാടി ഇറങ്ങി. ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി പോവാണ്. കുറച്ച് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമല്ലോ കാര്യങ്ങളൊക്കെ. അങ്ങനെ കരുതി ഞാൻ ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുറത്തൊക്കെ പോയപ്പോൾ ഭയങ്കരമായിട്ട് തോടും പുഴയൊക്കെ ഒന്നായിട്ടുണ്ട്. നല്ല വെള്ളമുണ്ട് എല്ലായിടത്തും. അങ്ങനെ എല്ലാ വയലുകളും അവിടെയൊക്കെ നിറഞ്ഞിട്ടുണ്ട് വെള്ളം. എന്നാലും അധികമായിട്ട് ഒരു അപകടമൊന്നുമില്ല. എന്നാലും വെള്ളം കേറി കേറി വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ വെള്ളമുള്ളത്. ഇവിടെയൊക്കെ നിറയാറുണ്ട് സാധാരണ. എന്നാലും അത്രയൊന്നും വന്നിട്ടില്ല. ഇനി ഓവർ അപകടം ഇല്ലാതെ നിൽക്കട്ടെ. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ വെള്ളം കേറി അങ്ങനെ ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും വയലൊക്കെ ഒന്നാകെ നിറഞ്ഞിട്ടുണ്ട്, ഫുള്ളായിട്ടുണ്ട്. അങ്ങനെ ഇവിടെയൊക്കെ കുറച്ച് വെള്ളമുണ്ട്. അങ്ങനെ ഞങ്ങള് ആ വെള്ളത്തിൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എത്ര ഉണ്ട് എന്നൊക്കെ നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി. അത് ബൈക്കുമേൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഇറങ്ങി. ഇക്കാക്ക ബൈക്കുമായിട്ട് അപ്പുറത്ത് പോയി. അവിടേക്ക് അവിടെ കൊണ്ട് നിർത്താമെന്ന് പറഞ്ഞു പോയി. അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അവിടെ എത്തി. ഇക്കാക്ക അവിടെ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തു. അങ്ങനെ നടന്നു വരികയാണ്. അങ്ങനെ ഞാനും അവിടെ എത്തി. കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെയൊക്കെ കുറേ നിന്നിട്ടുണ്ട് കേട്ടോ. അവിടെ വെള്ളത്തിലൊക്കെ കുറച്ച് നേരം നിന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോവാണ് വീട്ടിലേക്ക്. മക്കളൊക്കെ വീട്ടിലാണല്ലോ. അങ്ങനെ കരയല്ലോ വിചാരിച്ച് വേഗം വീട്ടിലേക്ക് തന്നെ പോയി. അവർ ഉറങ്ങുന്ന ടൈമിലാണ് ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഇതാ സ്കൂൾ വിട്ട് വരുന്ന കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ദിവസമായി സ്കൂളൊക്കെ അവധിയായിട്ട്. ഇന്നിപ്പോൾ സ്കൂൾ ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ സ്കൂൾ കുട്ടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് വെള്ളമുള്ളത്. നിങ്ങളെ അവിടെയൊക്കെ എന്താണ് സ്ഥിതി എന്നൊന്നും അറിയില്ല. എന്നാലും ഞാൻ അന്വേഷിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇനി ഈ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. അങ്ങനെ എന്നോട് ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇൻഷാ അള്ളാ ഞാൻ ചെയ്യുന്നുണ്ട്. മക്കളുടെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറയുന്നുണ്ട്. അതൊക്കെ ഇൻഷാ അള്ളാ എനിക്ക് ഒഴിവുപോലെ ഞാൻ ചെയ്യും. അതൊക്കെ ചെയ്യണേ കുറച്ച് ബുദ്ധിമുട്ടല്ലേ മക്കളായിട്ട്. അതുകൊണ്ടാണ്. ഇൻഷാ അള്ളാ ഇനി അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്.